2010 നവംബർ 2ാമത്തെ ആഴ്ചയിലാണ് ചൂടേശ്വർ മഹാദേവ് എന്ന് പറയുന്ന ഹിമാലയൻ റേഞ്ചിൽ ഞങ്ങൾ തീർത്ഥാടനം നടത്തുന്നത്. നവംബർ മാസത്തിലെ ഹിമാലയത്തിലെ കാലാവസ്ഥ ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. നൗറാധർ എന്ന് പറയുന്ന ഒരു ബേസ് ക്യാമ്പിലാണ്. ഈ മോട്ടറബിൾ റോഡ് അവസാനിക്കുന്നത് നൗറാധറിലാണ്. നൗധാറിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് യാതൊരു മുൻ ധാരണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ 2-3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ചൂടേശ്വർ മഹാദേവിലെ ക്ഷേത്രം അടയ്ക്കാൻ. അപ്പോൾ അവിടെ ചെന്ന് നവരാത്രിയിൽ ചെന്നിട്ട് അന്വേഷണമൊക്കെ നടത്തി നോക്കുമ്പോൾ മൂന്ന് 4 ദിവസം കൊണ്ട് ട്രക്കിംഗ് നടത്തി തിരിച്ചു പോരേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. തന്നെയല്ല, വഴിയിലൊന്നും ഡാബകൾ പ്രവർത്തിക്കുന്നില്ല എന്നും ഡാബക്കാരൊക്കെ അടച്ച് സ്ഥലം വിട്ട് കഴിഞ്ഞെന്നൊക്കെ മനസ്സിലായി. പക്ഷെ എന്തായാലും എക്സ്ട്രീം ക്ലൈമറ്റിൽ ഹിമാലയത്തിൽ യാത്ര നടത്തിയിട്ടുള്ള ഒരു പരിചയം ഞങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കാനുണ്ടായത്. പിറ്റേ ദിവസം തന്നെ കാലത്ത് ചൂടേശ്വരിലേക്കുള്ള ട്രക്കിങ് ഞങ്ങൾ ആരംഭിച്ചു. എല്ലാവിധ സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിരുന്നു. വഴിയിലൊന്നും ഡാബകൾ ഇല്ല എന്നുള്ള അറിവ് കാരണം ഭക്ഷണങ്ങളൊക്കെ താഴെ നിന്ന് തന്നെ ഞങ്ങൾ ശേഖരിച്ചു. നവരാത്രി അങ്ങാടിയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു 4 മണിക്കൂർ ട്രക്കിങ് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗത്തു കൂടെയാണ്. ഇടയിലെ ഗ്രാമങ്ങളുണ്ട്, റിസർവ് വനം ഉണ്ട്. പക്ഷെ തീർത്ഥാടന സീസൺ കഴിഞ്ഞിരുന്നതിനാൽ തീർത്ഥാടനം വളരെ കുറവായിരുന്നു. ഈ പോകുന്ന വഴിയിലെല്ലാം ഞങ്ങൾ വേറെ 2-3 തീർത്ഥാടകർ മാത്രമേ കണ്ടുള്ളൂ. എന്തായാലും വഴിയിൽ 2 ഡാമുകൾ പ്രവർത്തിച്ചിരുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി. അവരന്ന് വൈകുന്നേരത്തോടു കൂടി ക്ലോസ് ചെയ്യാനുള്ള തയ്യാറിലായിരുന്നു. ദുർഘടമായിട്ടുള്ളൊരു ട്രക്കിംഗ് റൂട്ട് തന്നെയാണ് ഇതും. പ്രത്യേകിച്ച് നവംബർ 14-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞുവീഴ്ചയും തണുപ്പും അതിശക്തമായിട്ടുള്ളൊരു സമയമാണ്. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മുകളിലേക്ക് എത്തിയാലേ പിറ്റേ ദിവസം ദർശനം നടത്തി താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു ദിവസം കൊണ്ട് ചൂടേശ്വർ മഹാദേവിലേക്കുള്ള ട്രക്കിങ് അസാധ്യമാണ്. പക്ഷേ വേറെ മാർഗമില്ലാത്തത് കാരണം we were forced. എന്നാലും അതിസാഹസികമായിട്ടുള്ളൊരു ട്രക്കിംഗ് തന്നെയാണിത്. 14-15 കിലോമീറ്ററോളം ദൂരമേ പറയുന്നുള്ളൂ എങ്കിലും അതിലൊക്കെ എത്രയോ കൂടുതലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഇതിലേറ്റവും വിസ്മയകരമായൊരു അനുഭവം ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നത്
മണി കഴിഞ്ഞു. ഞങ്ങൾ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്ന അവസാന കുതിപ്പിന് എന്നുള്ള ഒരു സ്ഥലത്തെത്തിപ്പോൾ. പക്ഷെ തുടർച്ചയായ മഞ്ഞിൻ്റെ ശല്യം, ഹിമക്കാറ്റും യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയപ്പോൾ ആ മുകൾ ഭാഗത്തുള്ള ഏരിയയിൽ ഞങ്ങൾ വഴി അറിയാതെ കുടുങ്ങിപ്പോയി. കൂടെയുള്ള ഗൈഡിന് പോലും വഴി തെറ്റിപ്പോയി. എങ്ങോട്ട് നോക്കിയാലും ഹിമ ഭൂമി, അതിൻ്റെ ഇടയിൽ പാറകളും, അതിൻ്റെ ഇടയിൽ വഴി എന്ന് പറയുന്ന ഒരു സംവിധാനമൊന്നും അവിടെ ഇല്ല. 7:30 മണി വരെ ആ പ്രദേശത്ത് തപ്പിത്തറഞ്ഞ് നടന്നെങ്കിലും ഞങ്ങൾക്ക് ശരിയായ ദിശയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. മഴ, മഞ്ഞ് ഇതൊക്കെ ശക്തമായി തുടങ്ങിയപ്പോൾ ഏതെങ്കിലും പാറയിടുക്കിലോ ഗുഹയിലോ കഴിച്ചു കൂട്ടേണ്ടി വരുന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി. പിന്നെ സാധാരണ യാത്രകളിൽ ചെയ്യാറുള്ള പോലെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം തേടി കുറച്ച് സമയം മെഡിറ്റേഷനിൽ ഇരുന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ശരിയായൊരു സംഭവമാണ് ഉണ്ടായത്. ദൂരെ ഒരു പാറയിടുക്കിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ താഴെ ഒരു സ്ഥലത്ത് പ്രകാശം കണ്ടു. ആ ലക്ഷ്യം വെച്ച് ഞങ്ങൾ മുന്നേറി ഈ ക്ഷേത്രം, താഴെയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, അതാണ് അന്നത്തെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ജനറേറ്റർ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെ സൗരോർജ്ജം കൊണ്ടുള്ളതുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിക് ലൈൻ താഴെ ഏതൊരു ഭാഗത്തുനിന്ന് വലിച്ചിട്ടുള്ളതായി കണ്ടു. പക്ഷേ അതൊന്നും കറണ്ടില്ല. ചൂടേശ്വര മഹാദേവന്റെ റേഞ്ചിന്റെ ഏറ്റവും താഴെയുള്ള ഈ ക്ഷേത്രത്തിലെ ഇവിടെ ശിവപാർവതി പ്രതിഷ്ഠിക്കുകയാണ്. തണുപ്പ് -22-23 എത്തിക്കഴിഞ്ഞിരുന്നു. ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വക ഒരു കെട്ടിടമുണ്ട്, ചെറിയൊരു കെട്ടിടം. അവിടെ തീർത്ഥാടകർക്ക് കമ്പിളിയും കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഒരാൾക്ക് 5 കമ്പിളി ഈ സമിതിക്കാർ തരും, ഭക്ഷണം തരും. അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാൻ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പാണ്. 5 കമ്പിളിയും ഞങ്ങളുടെ വസ്ത്രങ്ങളും എല്ലാം ഉണ്ടായിട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്തായാലും ഒരുവിധം നേരം വെളുപ്പിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൽ, തൊട്ട് തന്നെയാണ് ക്ഷേത്രം, മാനസരസിൽ നിന്നുള്ള ഉറവ വരുന്ന ഒരു തീർത്ഥകുണ്ടമുണ്ട്. അവിടെ ഒരു പൂജാരി നമുക്ക് ഓരോ ചെറിയ പാത്രം വെള്ളം കൊണ്ട് ദേഹം ശുദ്ധി വരുത്തും. അതിനുശേഷം ക്ഷേത്രത്തിൽ പോയാൽ ഇവിടെ സ്വയംഭൂവായിട്ടുള്ള ശിവപാർവതി പ്രതിഷ്ഠയും, വളരെ ചെറിയ പ്രതിഷ്ഠയാണ്. അവിടെ തൊഴുത് വന്ദിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ലഗേജൊക്കെ എടുത്ത് ഇനി ഏറ്റവും മുകളിലുള്ള
ശിവപ്രതിഷ്ഠര അടുത്തേക്ക് പോകണം. ഈ ട്രക്കിങ്ങും അത്രയധികം ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ലഗേജും കൈവച്ച് പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ഗ്ലേഷ്യറിൻ്റെ ഇടയിൽ കൂടി മുകളിലോട്ടുള്ള ആ യാത്ര അത്രയധികം സ്ട്രഗ്ലിംഗ് ആണ്. -24-25 താപനില, വീശിയടിക്കുന്ന കാറ്റ്, ഇതൊക്കെ തരണം ചെയ്ത് ലാസ്റ്റ് പാറയിടുക്കിൽ കൂടെ നുഴഞ്ഞ് കയറിട്ടും അങ്ങനെ പല അഭ്യാസങ്ങളും കാണിച്ച് വേണം മുകളിലെത്താൻ. മുകളിലെത്തിയാൽ അവിടെ കാണുന്ന ഈ പ്രതിഷ്ഠ പുതിയതായിട്ട് സ്ഥാപിച്ചതാണ്. ഒരു 50 കൊല്ലമൊക്കെ മുമ്പുണ്ടാക്കിയതാണ്. പക്ഷെ ഇവിടുത്തെ ചരിത്രം അതല്ല. മഹാഭാരത യുദ്ധത്തിലെ അർജുനനെ വധിക്കാൻ വേണ്ടി കർണൻ കൈവശം വെച്ചിരുന്ന വേല് ഭീമപുത്രനായ ഘടോത്കചനായിട്ടുള്ള ഘോര യുദ്ധത്തില് ഉപയോഗിക്കേണ്ടി വന്നു. ഘടോത്കചന്റെ തല ഭൂമിയിൽ വീണാൽ അത് നാശം ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ തല ഒരു മുളയുടെ കമ്പില് കുത്തി ഈ ചൂടേശ്വര മഹാദേവ് റേഞ്ചിന്റെ മുകളിൽ നിർത്തി. മഹാഭാരത യുദ്ധം കഴിയുന്നതുവരെ ഈ തല ഈ മുളങ്കമ്പിൽ നിന്നു. യുദ്ധത്തിന് ശേഷം ഭഗവാൻ ഈ മുളങ്കമ്പ് ഊരിയപ്പോൾ ഭൂമിക്കടിയിലുള്ള ലോകങ്ങൾ മുഴുവൻ കാണാവുന്ന മാതിരിയുള്ളൊരു ദ്വാരമാണ് അവിടെ ഉണ്ടായത്. ഈ ദ്വാരത്തിൽ കൂടി ഘടോത്കചന്റെ തല താഴോട്ട് പോയി. ആ ദ്വാരം അതിവിശിഷ്ടമായ ഒരു ശ്രീചക്രം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അടച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ഇവിടെ എല്ലാ ദിവസവും പൂജ ഇല്ല. അത് കാരണം ഈ കാലാവസ്ഥ അത്രയും ടഫായ കാരണം അത് ഇമ്പോസിബിൾ ആണ്. ഈ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിൻ്റെ മുകളിലാണ് ഒരു 50 കൊല്ലം മുമ്പ് ഈ വലിയ ശിവലിംഗം കോൺക്രീറ്റിൽ, ശിവപ്രതിമ കോൺക്രീറ്റിൽ ഉണ്ടാക്കി വെച്ചത്. ദൂരെ നിന്ന് പോലും അടിയിലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഈ സ്ഥലം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും വലിയൊരു ശിവപ്രതിഷ്ഠ ചെയ്തത്. ഇതിൻ്റെ താഴെ ഒരു ഗുഹയുണ്ട്. ഈ ഗുഹയിലാണ് പൂജാരി ഇരിക്കുന്നത്. ഈ പൂജാരി പറയുന്നത് ഈ ഗുഹയിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ആ പാതാള ലോകത്തിലേക്ക് പോകുന്ന ആ ദ്വാരം കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചൂടേശ്വര മഹാദേവ് റേഞ്ചിന്റെ ചരിത്രം ഇതാണ്. അവിടെ കയറി പൂജ എല്ലാം അർപ്പിച്ച് ശ്രീചക്രം തൊട്ട് തൊഴുത് വന്ദിച്ച് നിർവൃതി കൊണ്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. താഴോട്ടുള്ള ഇറക്കം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ്. അവിടെയും വഴിയൊന്നുമില്ല. ഭീമാകാരമായി നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി നൂഴ്ന്നും ചിലപ്പോൾ ഒക്കെ നിലത്ത് നിരങ്ങിയും
അങ്ങനെ അത്രയ്ക്കധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു നിരപ്പിലെത്തുന്നത്. പിന്നെ അവിടെ നിന്നുള്ള യാത്ര ഒരു 14-15 കിലോമീറ്ററോളം യാത്രയുണ്ട്. ആ യാത്ര ഇതൊന്നും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയ യാത്രയല്ല. 1, 2, 3, 4 ദിവസം കൊണ്ട്, 2 ദിവസം മുകളിലോട്ടും 2 ദിവസം താഴോട്ടും, അങ്ങനെ 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ചെയ്യാവുന്ന ഒരു ട്രക്കിംഗ് ആണ്. ഈ സീസൺ അവസാനിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങള് 2 ദിവസം കൊണ്ട് ഇവിടെ ചൂടേശ്വർ മഹാദേവ് റേഞ്ച് ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ റേഞ്ചിലെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്.